കൂപ്പുകരങ്ങളോടെ യൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. തമ്പുരാനെ, നിന്റെ സ്നേഹത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് ഉള്ളുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ആ പ്രാർത്ഥനയോടെ യൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 27:1. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവിന്റെ ജീവിതത്തിന്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. 3. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഭയപ്പെട്ടിരിക്കുന്നവരോട് ഇതാ കർത്താവ് സംസാരിക്കുന്നു. ഏതെല്ലാം കാര്യങ്ങളാണ് നിന്റെ ഹൃദയത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയത്? ഏതെല്ലാം വിഷയങ്ങളെ പ്രതിയാണ് അമിതമായ ഭയം നിന്നെ അലട്ടുന്നത്, വേട്ടയാടുന്നത്? ഒരു വേട്ടപ്പട്ടിയെ പോലെ ചില ഭയങ്ങൾ നിന്നെ വേട്ടയാടുന്നില്ലേ? കർത്താവിന് കൊടുത്തേ ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്നവനെ നീ എന്തിന് ഭയപ്പെടണം എന്നല്ലേ വചനം ചോദിക്കുന്നത്. നാളെയെക്കുറിച്ചുള്ള ഭയപ്പാടുകള് കർത്താവിന് കൊടുത്തേ. നിന്റെ മകനെ കുറിച്ചുള്ള മകളെ കുറിച്ചുള്ള അവരുടെ ഭാവിയെ കുറിച്ചുള്ള ഭയപ്പാടുകൾ നിന്റെ ഉള്ളിലില്ലേ? ഒന്നും ശരിയായിട്ടില്ല അച്ഛ, ഒന്നും ശരിയായിട്ടില്ല. മകളുടെ വിവാഹം ഒന്നും ശരിയായില്ല. മകന്റെ പഠനം, അവന്റെ ഭാവി ഒന്നും ശരിയായിട്ടില്ല. അതൊക്കെ ഓർത്തിട്ട് അമിതമായ ഭയവും ഭീതിയും അസ്വസ്ഥതയൊക്കെ ഉള്ളിൽ കിടക്കുന്നില്ലേ? ജോലിയില്ല, എത്ര നാളാ അച്ഛാ അങ്ങനെ ജോലിയില്ലാതെ പോവുക? കാര്യങ്ങളൊന്നും ശരിയാകുമോ എന്നുള്ളൊരാശങ്ക മനസ്സിലുണ്ട്. വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. എന്തോ ഒരു ഭയം ഉള്ളിൽ, എന്തൊക്കെയോ ഓർക്കുമ്പോ ഒരു ഭയപ്പാടുകൾ ഉള്ളിൽ വരികയാണ്. മാതാപിതാക്കളെ ഓർക്കുമ്പോ ഇത്രയും പ്രായമായി ഇതുവരെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവരെന്നും അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. 10, 20, 30 വർഷങ്ങളായിട്ട് മാതാപിതാക്കളെ രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ്. ഈ ജോലിയൊക്കെ ശരിയാക്കി മാതാപിതാക്കളെയൊക്കെ സഹായിക്കണമെന്ന് ആലോചിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് പഠിത്തം കഴിഞ്ഞിട്ടും ഒരു ജോലിയില്ലാത്തതിന്റെ ഭാരവും ഭയവും ആകുലതയും ഒക്കെ മനസ്സിലുണ്ട്. തമ്പുരാനെ, ഈ സുവിശേഷം ഈ മക്കളുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ശത്രുക്കൾ എനിക്കെതിരെ വന്നാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. കർത്താവേ, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെ പ്രതി ഭയപ്പെട്ടും ആകുലപ്പെട്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഈശോയെ വചനത്തിന്റെ ശക്തിയാൽ നീ മക്കളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തെ ഭയപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്, മരണഭയമുള്ളവർ ഇതിനകത്തുണ്ടാകാം. കർത്താവേ, ചില മൃഗങ്ങളെ ഭയപ്പെടുന്നവർ ഇതിനകത്തുണ്ട്, ഇരുട്ടിനെ പേടിയുള്ളവരുണ്ട്, പരീക്ഷയെ അമിതമായി ഭയപ്പെടുന്ന മക്കളുണ്ട്, ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിരിക്കുന്നവരുണ്ട്. ദൈവമേ, എന്തൊക്കെയോ ഭയങ്ങള് ഉള്ളിലുള്ള മക്കളുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവേ, എല്ലാ ഭയത്തിന്റെ അരൂപികളെയും നീ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ കർത്താവേ, ചില ഭയങ്ങള് ഉള്ളിലേക്ക് കടന്നു വരുന്ന മക്കളുണ്ട്. പല കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചും അനാവശ്യമായ ഭയപ്പാടുകൾ ഉള്ളിലുള്ള മക്കളുണ്ട്. വരാനെ നീ തൊടണമേ, ഈശോയെ നീ തൊടണമേ. ഒന്ന് തൊട്ടാൽ മതിയല്ലോ സൗഖ്യം കിട്ടാൻ. ഭയം മൂലം ശരീരത്തിൽ രോഗങ്ങൾ വഹിക്കുന്നവരുണ്ട്.
അതിന്റെ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. തമ്പുരാനെ നീ തൊടണമേ, സ്പർശിക്കണമേ, അത്ഭുതകരമായ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. അലട്ടുന്ന എല്ലാ വിഷയങ്ങളും കർത്താവിന് കൊടുക്കുക. അത് ഭയത്തിൻ്റെതാകാം, നിരാശയുടേതാകാം, ആകുലതയുടേതാകാം, സ്വസ്ഥത കളയുന്ന വിഷയങ്ങളാകാം, മനക്ലേശങ്ങളാകാം, എന്തുവാകട്ടെ, ജോലിയോ രോഗമോ വിവാഹമോ എന്തുവാകട്ടെ, അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. സങ്കീർത്തകൻ ചെയ്യുന്നത് തന്റെ ക്ലേശകാലത്ത് ദൈവത്തിൽ ആശ്രയിച്ചു ദൈവഭവനത്തിൽ വസിക്കാൻ തീരുമാനമെടുത്തു. ക്ലേശങ്ങൾ ഏറിയപ്പോൾ, ദുരിതങ്ങൾ ഏറിയപ്പോ, ദുഃഖങ്ങൾ ഏറിയപ്പോ സങ്കീർത്തകൻ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തെ വിളിച്ചു. കർത്താവേ, ഞങ്ങളുടെ ദുരിതകാലത്ത്, ഞങ്ങളുടെ സങ്കടങ്ങളുടെ കാലഘട്ടങ്ങളിൽ, ഞങ്ങളുടെ ക്ലേശങ്ങളുടെ ഞെരുക്കങ്ങളുടെ കാലത്ത് ദൈവമേ നിന്നോട് ചേർന്നിരിക്കാൻ, നിന്നെ വിളിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ഇന്ന് ഈ ആലയത്തിൽ ഫോൺ വഴിയും അല്ലാതെയൊക്കെ വന്ന ഒത്തിരി നിയോഗങ്ങളുണ്ട്. അവരെല്ലാം ഞങ്ങളിപ്പോൾ ചേർത്ത് വയ്ക്കുന്നു. ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാവരെയും പ്രത്യേകം സമർപ്പിക്കുന്നു. ഈ ആലയത്തോട് ചേർന്ന് ഈ മക്കൾ സമർപ്പിക്കുന്ന ഓരോ നിയോഗങ്ങളെയും ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഇപ്പോൾ ചേർത്ത് വയ്ക്കുന്നു. നിങ്ങൾ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങളുടേതായ പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങളെയും സമർപ്പിച്ച് നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ സങ്കടങ്ങളെ കർത്താവിന് കൊടുത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ഈശോയ്ക്ക് കൊടുത്ത്, കർത്താവ് ആശീർവദിക്കുമ്പോൾ നിന്റെ ഏത് വിഷയത്തിൻ്റെ മേലാണോ കർത്താവിൻ്റെ ആശീർവാദം കടന്നു വരേണ്ടത് ആ വിഷയത്തെ കർത്താവിന് കൊടുക്കുക. കർത്താവ് നിന്നെ തൊടാൻ പോവാ. ഈശോ തന്നെ നിന്നെ ആശീർവദിക്കാൻ പോവാ. ഈശോ ഇതാ നിന്റെ കുടുംബം, നിന്റെ ജീവിതം, നിന്റെ കുടുംബാംഗങ്ങള്, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള് എല്ലാവരെയും ആശീർവദിക്കുന്ന സമയമാണ്. രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം സമർപ്പിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ